ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് നമ്മുടെ ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മെച്ചമാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോപ്രോ ഹീറോ 7 എന്ന ക്യാമറയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ അടിച്ചു പോയിട്ടുണ്ട്, മക്കളെ അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ട പഴയൊരു വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടേജിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 7 എന്ന് പറയുന്ന ക്യാമറ. ഈ ക്യാമറ ഇപ്പോൾ അടിച്ചു പോയിട്ടുണ്ട് മക്കളെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ കുറച്ച് കുറയും നമ്മുടെ ചാനലിൽ, അത് പറയാനുണ്ട്. പിന്നെ മൊബൈലിലൊന്ന് ഷൂട്ട് ചെയ്ത് വല്ല ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ലോക്ക്ഡൗൺ കൂടിയാണല്ലോ, അപ്പോൾ യാത്ര ചെയ്യാൻ നമുക്ക് സൗകര്യമില്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വീഡിയോ ഒന്നും അധികം വരാത്തത്. പിന്നെ നമ്മുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഗോപ്രോ ഹീറോ 7 എന്ന ഈ ക്യാമറ ഡൗൺ ആയിട്ടുണ്ട്, അതായത് അടിച്ചു പോയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വെച്ചാൽ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ ക്യാമറ ഓണാക്കുമ്പോൾ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ എന്ന് പറയുന്ന പ്രോബ്ലമാണുള്ളത്. അതായത് നമ്മുടെ ക്യാമറ ഒരു ഫുൾ ചാർജിലിട്ടാലും ഏകദേശം 4 സെക്കൻഡ് മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ക്യാമറ ഓഫായി പോകും എന്നുള്ളതാണ് ഈ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ഏകദേശം 1 വർഷം മാത്രം ആയിട്ടുള്ളൂ ഈ ക്യാമറ വാങ്ങിച്ചിട്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഇത് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു 1 ഇയർ കൂടി എക്സ്റ്റൻഡ് വാറൻറ്റി ഉണ്ട്. അപ്പോൾ ഗോപ്രോയിൽ വിളിച്ച് അന്വേഷിച്ച് അപ്പോൾ കുറേ ഓപ്ഷൻ അവർ പറഞ്ഞു തന്നു. 1080 FPS ഷൂട്ട് ചെയ്യാനും മറ്റും അങ്ങനെ പറയാം. പക്ഷേ ഒന്നും ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല. അവരെ ഫോൺ വിളിച്ച് ചോദിച്ചു, കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നതനുസരിച്ചൊക്കെ ഞാൻ ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും ഇത് ക്ലിയർ ആവുന്നില്ല. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ അവർ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ ഈ ക്യാമറ അടിച്ചു പോയി എന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിച്ചാലറിയും അല്ലേ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വീഡിയോ ഒന്നും അധികം വരാത്തത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെയാണ് നമുക്ക് ഈ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത്. എത്ര ചാർജിലുണ്ടായാലും പെട്ടെന്ന് ഓഫായി പോകുന്ന രീതിയാണ് ഈ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത്. അത് ഇനി 2 ബാറ്ററി ഉണ്ടായിട്ടും കാര്യമില്ല, 3 ബാറ്ററി ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ബാറ്ററി 100% ഇട്ടാലും ഇത് ഓഫായി പോകുന്ന പ്രക്രിയയാണുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യണത്, ഇതിലുള്ളത് ആകെ ഒരു ബാറ്ററി പിന്നെ മെമ്മറി കാർഡുള്ളത്. അപ്പോൾ ഈ ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇട്ട് കഴിഞ്ഞിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന എന്ന് പറയുന്നത് റിപ്പയർ ഫയൽ റിപ്പയർഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ ചിലപ്പോൾ റീപ്ലേസ്മെൻറ്റ് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ പക്ഷേ ഇങ്ങോട്ട് വരുമെന്ന് ഒരു ഉറപ്പില്ല. അപ്പോൾ നമ്മുടെ ഒരു ഗ്യാരണ്ടിയിൽ, അതായത് നമ്മുടെ സെൽഫ് ഗ്യാരണ്ടിയിൽ നമ്മുടെ അത് അയച്ചു കൊടുക്കണം. തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ല. കൊറിയർ ചാർജ് എന്നാൽ ഇപ്പോൾ നല്ല എമൗണ്ട് ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ട് സാധനം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം. അപ്പോൾ നിങ്ങളുടെ ക്യാമറക്കും ഇങ്ങനെ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നേടിയെടുത്ത പരിഹാരങ്ങളും ഇങ്ങനെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ വന്നിട്ടുള്ളതും പിന്നെ ഗോപ്രോ ഹീറോ 7 അപാകതകൾ എന്തൊക്കെയാണെന്നും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ഇനി എടുക്കാൻ പോകുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആവും. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് അപാരം തന്നെയാണ്. അത് അവിശ്വസിക്കാൻ പറ്റാത്ത രീതി തന്നെയാണ്. 2 ബാറ്ററി ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ. ആ 2 ബാറ്ററി ഇട്ടാലും ഇതേ അവസ്ഥ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബാറ്ററിയുടെ പ്രശ്നമല്ല, ക്യാമറയുടെ പ്രശ്നം തന്നെയാണെന്ന് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ചെയ്തതെന്ന് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ക്യാമറ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ കുറച്ച് കുറവായിരിക്കും നമ്മുടെ ചാനലിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോസൊന്നും വരാത്തത്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് സൻ ലാംബ്രോ.